ഏർപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഇടതുമുന്നണിയുടെ ഭാഗത്തുനിന്നും CPM-ൻ്റെ ഭാഗത്തുനിന്നും വിശേഷിച്ചും ഒരു വലിയ പ്രതിഷേധവും പ്രതിരോധവും ഉണ്ടാകേണ്ടതാണ്. അങ്ങനെയാണ് ഈ അടുത്ത ഫെബ്രുവരി 8-ാം തീയതി ഡൽഹിയിൽ ഒരു പ്രതിരോധ മാർച്ച് മുഖ്യമന്ത്രി മന്ത്രിമാരും ഒക്കെ ചേർന്ന് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അത് പെട്ടെന്ന് അത് ഭരണഘടനാ സംരക്ഷണ സമ്മേളനമായി മാറി. ഇത് കേന്ദ്രത്തോടുള്ള ഒരു ഒത്തുതീർപ്പ് സമീപനത്തിന്റെ ഭാഗമാണ് എന്ന ആക്ഷേപമുണ്ടായി. ഡോക്ടർ TM തോമസ് ഐസക് ഇതിനെ എങ്ങനെ കാണുന്നു? മന്ത്രിമാരും എംഎൽഎമാരും പോകണത് സമരം ചെയ്യാനാ. പക്ഷെ നമ്മൾ ചെയ്യാൻ പോണ സമരത്തിന് ബാക്കിയുള്ളവരൊക്കെ വിളിക്കണ എങ്ങനെയാ? അപ്പൊ അതിക്ക് മുമ്പ് ഇതിന്റെ ഉദ്ഘാടന സമ്മേളനം ഉണ്ടാവും. ആ സമ്മേളനത്തിന് ധരിക്കുന്ന പേര് ഇതാണ്. അതിലാണ് ഇവരൊക്കെ സംസാരിക്കുക. ഞങ്ങളുടെ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ വന്നോന്നല്ല പറയണേ. ഞങ്ങൾ പോണ സമരം ചെയ്യാനാ. അതിന്റെ ഉദ്ഘാടനത്തിന് യെസ് അങ്ങനെ ഒരു സമ്മേളനം നടക്കുന്നു. ആ സമ്മേളനത്തിലേക്ക് ഇവരൊക്കെ ക്ഷണിക്കും. അതാണ് സംഭവിച്ചത്. സമരം മാറ്റിയിട്ടൊന്നുമില്ല. സമരം മാറ്റിയിട്ടില്ല, അത് ഉറപ്പാണ്. ഉറപ്പ്. ഗവർണറും സർക്കാരും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് ഡോക്ടർ TM തോമസ് ഐസക് കരുതുന്നുണ്ടോ? നിയമസഭയിൽ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ദൈർഘ്യം വെറും 78 സെക്കൻഡ് ആയിരുന്നു. അത് ഈ സർക്കാരിനോടും മുഖ്യമന്ത്രിയോടുമുള്ള ഗവർണറുടെ അതൃപ്തി പ്രകടമാക്കുന്നതിനും അദ്ദേഹത്തിന്റെ പെരുമാറ്റമെല്ലാം എന്ന് നമുക്കറിയാം. താങ്കൾ ഇത് ഈ സർക്കാരിനോടുള്ള ഗവർണറുടെ വിയോജിപ്പായി, അദ്ദേഹത്തിന്റെ വിമർശനമായി താങ്കൾ കാണുന്നുണ്ടോ? സർക്കാരിനോടുള്ള വിയോജിപ്പ് മാത്രമല്ല, ആ നിയമസഭയോടുള്ള അവഹേളനമല്ലേ എന്ന്. ഗവർണർ നിയമസഭയിൽ വരുമ്പോൾ എല്ലാവരോടും കൈകുപ്പി വണങ്ങി അങ്ങനെയല്ലാതെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇതൊരാളോടും ചിരിക്കുക പോലും ചെയ്യാതെ, അഭിവാദ്യം ചെയ്യാതെ കയറുന്നു, ഒരു വാചകം വായിക്കുന്നു, ഇറങ്ങിപ്പോകുന്നു. ഇത് നിയമസഭയോടുള്ള അവഹേളനമാണ്. ഈ ഒരു നിലവാരത്തിലേക്ക് ഇദ്ദേഹം താണുകൊണ്ടിരിക്കുകയാണ്. ഒരു സംശയം വേണ്ട, ഈ BJP സൃഷ്ടിച്ചിട്ടുള്ള പുത്തൻ തലമുറ ഗവർണർമാരുടെ ഉത്തമ പ്രതിയായിട്ട് അദ്ദേഹം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതായത് സർക്കാരിനോടും മുഖ്യമന്ത്രിയോടും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ അമർഷവും അതൃപ്തിയും വിയോജിപ്പും ഒന്നും മാറിയിട്ടില്ല എന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത്? അതെ, ഒന്നും മാറിയിട്ടൊന്നുമില്ല. ഭരണഘടനാപരമായ ബാധ്യത അദ്ദേഹം നിറവേറ്റിയിട്ടുണ്ട്. അദ്ദേഹം വായിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ഇനി വേറെ ക്രൈസിസ് ഉണ്ടാക്കണം. അദ്ദേഹം ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യത നിറവേറ്റിയിട്ടുണ്ട്. പ്രസംഗം ഇങ്ങനെയും വായിക്കാം. പക്ഷേ ഇത് നാട്ടടപ്പില്ലാത്ത രീതിയാണ്. അദ്ദേഹം അനാദരവാണ് നിയമസഭയോട് കാണിച്ചിട്ടുള്ളത്. ഇവിടെ അദ്ദേഹത്തെ ഒന്ന് മയപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, നീക്കം നടന്നിരിക്കാം. മയപ്പെടുത്താന്നല്ല, പറയേണ്ട രീതി എനിക്ക് അറിഞ്ഞോളൂ. ഞാൻ വായിച്ചിട്ടില്ല ഈ നയപ്രസംഗമേ, ഞാൻ വായിച്ചിട്ടില്ല. വായിക്കാതെ ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനും പറ്റത്തില്ല. ഇതിലൊരു ഭിന്നതയില്ല കേട്ടോ. അവിടെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവിടെ ഭരണഘടന കടമ നിർവഹിച്ചിട്ടുണ്ട്. ഇത്രയും മതി ആയിട്ടുണ്ട്. ബാക്കി നമ്മുടെ ബിസിനസ് നമുക്ക് നടത്താം. പക്ഷെ പുറത്തിരിക്കുന്ന ഞങ്ങൾ പറയും കേട്ടോ, അല്ലത് വിട്ടുവീഴ്ചയൊന്നുമില്ല. ഇത് മോശം പെരുമാറ്റം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം എവിടെ നടക്കുമ്പോഴും BJP ഇതര സംസ്ഥാനങ്ങളിൽ നടക്കുമ്പോൾ പ്രത്യേകിച്ചും അതൊരു പൊളിറ്റിക്കൽ കോൺഫ്രണ്ടേഷനിലേക്ക് കാര്യങ്ങൾ എത്താറുണ്ട്. കേരളത്തിലും അത് തന്നെ സംഭവിച്ചു. കിഫ്ബിയുടെ കാര്യത്തിൽ താങ്കളുടെ നിലപാടും അത് തന്നെയാണ്. പക്ഷേ കരുവന്നൂർ സഹകരണ ബാങ്കിലെ തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ G. സുധാകരനെ പോലെ ആ വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയായിരുന്ന ആൾ തന്നെ പറയുന്നു തട്ടിപ്പ് നടന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല, ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കട്ടെ എന്നാണ്. ഡോക്ടർ TM തോമസ് ഐസക്കിനും അതേ അഭിപ്രായമാണ് ഉള്ളത്. ED അന്വേഷിക്കട്ടെ. തട്ടിപ്പ് നടന്നിട്ടുണ്ട്, അത് യാഥാർത്ഥ്യമാണ്. അതിലെ പ്രതികളെ ശിക്ഷിക്കാൻ വേണം. അതിന് ഞാൻ ED ഒന്നും വിളിച്ചു കൊണ്ടിരുത്തില്ല. കാരണം BJPയുടെ രാഷ്ട്രീയ ഉപകരണമാണെന്ന് ED എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ വെച്ച് നിർത്തത്തില്ല. ഇനി ഏതെല്ലാം CPM-കാരനെ ഉൾപ്പെടുത്താം, ബന്ധിപ്പിക്കാം. ഈ ജില്ലാ സെക്രട്ടറി അല്ല, അപ്പുറത്തെ ജില്ലയുടെ സെക്രട്ടറി കൂടിയുണ്ട് എന്ന് കൊണ്ടുവരാനായിട്ട് എന്ത് വിശ്വാസ്യത, എന്ത് ക്രെഡിബിലിറ്റി EDക്ക്? ഈ പറയുന്ന മഹാത്മാരില്ലേ, 16 ലക്ഷം കോടി രൂപയല്ലേ ഇന്ത്യൻ ബാങ്കിലും തട്ടിയെടുത്തിട്ട് എഴുതി തള്ളിയിട്ടുള്ളത്. അത് 4 ലക്ഷം കോടി രൂപ വിൽഫുൾ ഡിഫോൾട്ടേഴ്സ് അല്ലേ, മനഃപൂർവ്വം വെട്ടിക്കാൻ വേണ്ടി വായ്പ എടുത്തവരല്ലേ. എന്നിട്ട് ഇപ്പം എന്താ ചെയ്തിരിക്കണമെന്നറിയോ? ഈ വിൽഫുൾ ഡിഫോൾട്ടേഴ്സും വൺ ടൈം സെറ്റിൽമെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കും വീണ്ടും വായ്പ കൊടുക്കാം. കൃഷിപ്പിഴവ് വന്നിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന മുഹമ്മേല കൃഷിക്കാരൻ, അയാൾക്ക് രണ്ടാമത് വായ്പ കൊടുക്കാതെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടവര് ഇപ്പോ CTVയുടെ സുഭാഷ് ചന്ദ്ര യെസ് ബാങ്കിൽ നിന്ന് 6000 കോടി എടുത്ത് എന്നിട്ട് തിരിച്ചടച്ചില്ല. യെസ് ബാങ്കും പോയി. ഈ 6000 കോടി രൂപ ഇപ്പൊ സോണി
സോണിയുമായിട്ടുള്ള കരാർ വെക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കിട്ടാക്കടം പാടില്ല. ഉടനെ അയാൾ ചെല്ലുന്നു, 6000 രൂപയുടെ കോടിക്ക് ഹെയർ കട്ട് 1500 കോടി എടുത്താൽ മതി. 1500 കോടി എടുത്ത് സെറ്റിൽ ചെയ്തിട്ട് വീണ്ടും വായ്പയ്ക്ക് ചെല്ലുന്നു. ഇതൊക്കെ ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ് ട്ടോ. ഏതെങ്കിലും ഒരുത്തൻ ഈ 4 ലക്ഷം കോടി വിൽഫുൾ ഡിഫോൾട്ടറായിട്ട് പോയവനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? അവനൊക്കെ ഡൽഹിയിലും അവിടെയൊക്കെ ഡൽഹിയിലല്ല ലണ്ടനിലും എല്ലാം സുഖിച്ച് താമസിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇതൊക്കെ കണ്ടോൺ ചെയ്യുന്നവരാണ് ഈ കേന്ദ്ര സർക്കാർ. പുണ്യാളന്മാരായിട്ടൊന്നും കാണണ്ട, ഇതൊക്കെയാണ് ഇവരുടെ പണി. കരിവന്നൂര് നടന്നത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി കേരള സർക്കാർ എന്ത് ചെയ്തു? ഇനിമേല് 2 തവണയ്ക്ക് 3 തവണയ്ക്ക് കൂടുതൽ ആൾക്ക് ഭാരം വഹിക്കാൻ പറ്റില്ല. ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ സഹകാരി നേതാക്കന്മാരോ വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ജനറൽ ബോഡിയിൽ വാർഷിക റിപ്പോർട്ടിൽ അച്ചടിച്ചു വെക്കണം. 3, ഓഡിറ്റർ എന്തെങ്കിലും കമന്റ് പറഞ്ഞാൽ ആ കമന്റും ആക്ഷൻ ടേക്കണം, വാർഷിക പൊതുയോഗത്തിൽ വെക്കണം. ഇങ്ങനെയുള്ള നിയമ ഭേദഗതി ഇതില്ലാതിരിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. പക്ഷെ ഇതിലെ യഥാർത്ഥ പ്രതികൾ ആരാണ് എന്ന് കണ്ടെത്തണ്ടേ? പാർട്ടിക്ക് ഇതുമായുള്ള ബന്ധം എന്താണെന്ന് കണ്ടെത്തണ്ടേ? ഈ തട്ടിപ്പ് നടത്തിയവരുടെ കൂട്ടത്തിൽ പി രാജീവിന്റെയും AC മൊയ്തീന്റെയും ഒക്കെ പേര് വരാനിടയായ സാഹചര്യം പാർട്ടി പരിശോധിക്കണ്ടേ? അത് സാഹചര്യം നന്നായിട്ട് അറിയാം. ഇവര് CPM നേതാക്കന്മാരാ, ED BJPയുടെ ഉപകരണമാണ്. അതുകൊണ്ട് പറഞ്ഞു തന്നെയാണ്. ഇനിയും വേറെ പലരും പേര് പറഞ്ഞേക്കാം. ഭീഷണിപ്പെടുത്തി BJPക്ക് കാല് മാറുന്നതിന് വേണ്ടിയുള്ള ഉപകരണങ്ങളായിട്ട് ED ഉപയോഗിച്ചുകൊണ്ടിരിക്കുക.